ഇപ്പം ഞങ്ങൾ പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ മാറ്റം വന്നാൽ എന്ത് ചെയ്യുമെന്ന്? തീർച്ചയായിട്ടും മാറ്റം വന്നാൽ അതിൽ ഇടപെടും. ഇത് ഇത്രയും അധികം ആളുകളുടെ മുമ്പിൽ പരസ്യമായിട്ട് പറയുന്ന ഒരു വാക്കാണ്. ഈ വാക്ക് മാറ്റി പറയാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളുടെ രാഷ്ട്രീയ വ്യക്തിത്വം പിന്നെ ഇല്ലാതാക്കപ്പെടും. അതുകൊണ്ട് വാക്ക് മാറ്റില്ല. UDFന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. സംസാരിക്കുന്നവരുടെ മുൻപന്തിയിലുണ്ടാകും. മാത്രമല്ല, ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഫ്ലോറുകളായിട്ടുള്ള കേരളത്തിലെ ഈ പറഞ്ഞ പരമ്പരാഗത മാധ്യമങ്ങൾ അല്ലേ സാറേ, പരമ്പരാഗത മാധ്യമങ്ങളുടെ ഫ്ലോറിൽ ഈ കാര്യം പറയും. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ വീണ്ടും പറയുക, നിങ്ങൾ എത്ര ആയിരക്കണക്കിന് ആളുകൾ ഇവിടെയുള്ളത്. ഇന്ന് ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഈ പറഞ്ഞ പരമ്പരാഗത മാധ്യമങ്ങൾ വരാത്തതിന് കാരണം നിങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങളൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്നാലും ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഓരോരുത്തർക്കും 10 ലക്ഷം 20 ലക്ഷം ഒക്കെ കൊടുക്കാൻ എങ്ങനെ പറ്റുക? അല്പം മുമ്പ് ഞാൻ ഉല്ലാസമായിട്ട് സംസാരിച്ചേ ഉള്ളൂ. എങ്ങനെയാ പറ്റുക? പരസ്യം. ഇതാരാ കൊടുക്കുന്ന പരസ്യം? അപ്പൊ ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ എല്ലാം നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ഈ മഹാസമ്മേളനത്തിന്റെ സമരപ്രഖ്യാപന സമ്മേളനത്തിന്റെ വാർത്ത വരണ്ട എന്ന് തീരുമാനിച്ചത് ഭരണകൂടവും ഈ പറഞ്ഞ പരമ്പരാഗത മാധ്യമങ്ങളും ഒന്നിച്ചാണ്. അവിടെ ഇത് വരണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഇച്ഛാശക്തിയാണ്. അതിന് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ട്രെൻഡിങ് ഈ സമരപ്രഖ്യാപന കൺവെൻഷൻ ആയിരിക്കും. നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ റിപ്പോർട്ട് ചെയ്യിപ്പിക്കേണ്ടത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് നമ്മുടെ വിസിബിലിറ്റി. നമ്മൾ നിരന്തരം ശ്രമിക്കുക, ജയിക്കുന്നത് വരെ സംസാരിക്കുക എന്നുള്ളതാണ്. എല്ലാ പോരാട്ടവും അങ്ങനെ ജയിക്കുക. 2 കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്, ഞങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. ആ ഉറപ്പ് പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിരന്തരം സംസാരിക്കും എന്നുള്ളത് എൻ്റെ വാക്കാണ്. അല്ലെങ്കിൽ പിന്നെ ഞാനെന്ന് പറഞ്ഞ രാഷ്ട്രീയ വ്യക്തിത്വം ഉണ്ടാകില്ല. അദ്ദേഹം പറഞ്ഞ കാര്യത്തെ പരിപൂർണമായിട്ട് അംഗീകരിക്കുന്നു. മറ്റുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ആരോഗ്യം കളയുന്നിടത്ത് നിങ്ങൾ പരിപൂർണമായിട്ട് 100% ഡെഡിക്കേഷനോട് കാര്യം ചെയ്യുന്നു. പിന്നെ മുഖ്യധാര അല്ലെങ്കിൽ സാറിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പരമ്പരാഗത മാധ്യമ പ്രവർത്തകർക്ക് അവർക്ക് വന്ന് നിങ്ങളിത് റിപ്പോർട്ട് ചെയ്ത് പൊതുസമൂഹത്തിലേക്ക് മുമ്പിൽ എത്തിക്കാൻ അവർക്ക് ഉത്തരവാദിത്തം തോന്നുന്നില്ല എങ്കിൽ അർത്ഥം നിങ്ങളെ അവർ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവരോട് കിടപിടയ്ക്കുന്ന രീതിയിലേക്ക്, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ കൂട്ടായ്മ വളർന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് സംശയമില്ല. അല്ലെങ്കിൽ നമുക്കൊത്ത ഒരു ശത്രുവിനോടല്ലേ നമ്മൾ യുദ്ധം വിട്ടു, നമുക്കൊത്ത ഒരു വൈരാഗ്യം പറ്റുന്നവരോടല്ലേ നമ്മൾ തലൂടാൻ പോവുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളെ ബഹിഷ്കരിക്കുന്നത്? ബഹിഷ്കരിക്കാൻ മാത്രം ശക്തിയുള്ള വർഗമായി നിങ്ങൾ വളരുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അത് വളർച്ചയുടെ വലിയ ഘടകം തന്നെയാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഒരു പരമ്പരാഗത മാധ്യമങ്ങൾക്കും സാധിക്കില്ല, ഒരു മുതലാളിമാർക്കും സാധിക്കില്ല.